നീലഗിരി കുന്നുകളിലെ മലകളും പുഴകളും താഴ്വരകളും താണ്ടി വനത്തിന്റെ ഉള്ളിലേക്ക് ഒരു കാൽനടയാത്ര. ഒരുപാട് ദൂരം സഞ്ചരിച്ചതിനു ശേഷം വളരെയേറെ പൊക്കമുള്ള ഒരു മരത്തിൽ അവന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടർന്നു. കാത്തിരുന്ന മരത്തിന്റെ താഴെ അല്പം ദൂരെയായി അവൻ ഗ്രാമത്തിൽ നിന്നും പിടിച്ചു കൊണ്ടുപോയ കന്നുകാലിയുടെ പാതി ആഹരിച്ച ശരീരാവശിഷ്ടം അവിടെ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. പാതി മാത്രം ഭക്ഷിച്ച് അവിടെ നിന്നും കടന്നുപോയ അവൻ അവിടേക്ക് തന്നെ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ ആ ഗ്രാമത്തിലെ ഏറ്റവും കഴിവുള്ള വേട്ടക്കാരിൽ ഒരാൾ ആ വലിയ മരത്തിൽ കയറി അവനു വേണ്ടി കാത്തിരുന്നു. അവന്റെ കൂടെ അവിടേക്ക് വന്ന ഗ്രാമീണരെയും സുഹൃത്തുക്കളെയും തിരികെ അവരുടെ ഗ്രാമത്തിലേക്ക് തന്നെ അയാൾ മടക്കി അയച്ചു. യാതൊരു മുൻകരുതലും ധാരണയും ഇല്ലാതെയാണ് ആ വേട്ടക്കാരൻ അവന് വേണ്ടി മരത്തിൽ കാത്തിരുന്നത്. എന്നാൽ ഒരു കാര്യം മാത്രം അവൻ അറിയാമായിരുന്നു. അവനിപ്പോൾ കാത്തിരിക്കുന്നത് കാട്ടിലെ ഇരുട്ടിന്റെ രാജാവിനെയാണെന്ന്. ഗ്രാമത്തിലുള്ള പല ആളുകളും അവനെ ഇതിനു മുന്നേ ഗ്രാമത്തിന്റെ അതിർവരമ്പുകളിൽ വെച്ച് പകൽ സമയങ്ങളിൽ അവനെ കണ്ടിരുന്നു. എന്നാൽ രാത്രി സമയങ്ങളിൽ അവൻ അവരുടെ ഗ്രാമത്തിലേക്ക് വരുന്നതും പോകുന്നതും ആർക്കും തന്നെ കാണുവാൻ സാധിച്ചിരുന്നില്ല. ഇരുട്ടിന്റെയും നിഴലുകളുടെയും മറ പറ്റിയാണ് അവൻ അവരുടെ കൺമുന്നിൽ എവിടെയോ മറഞ്ഞു നിന്നിരുന്നത്. എന്തായാലും അവിടെയുള്ള ആ മരത്തിന് മുകളിലുള്ള വേട്ടക്കാരനെ അവിടെ തനിച്ചാക്കി ഗ്രാമീണരും അവന്റെ സുഹൃത്തുക്കളും അവരുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് യാത്രയായി. പിറ്റേ ദിവസം കാലത്ത് തന്നെ ആ വേട്ടക്കാരൻ ഇരുന്ന മരം ലക്ഷ്യമാക്കി അവർ തിരിച്ചു നടക്കാൻ തുടങ്ങി. ഒടുവിൽ ആ മരത്തിന്റെ അരികിലേക്ക് എത്തിയ അവർക്ക് കാണുവാൻ സാധിച്ചത് അവൻ പിടിച്ചു കൊണ്ടുപോയ കന്നുകാലിയുടെ പാതി ആഹരിച്ച ശരീരം അവിടെ അതുപോലെ തന്നെ കിടപ്പുണ്ട്. അതിന് ഒരു സ്ഥാനചലനമോ മറ്റൊന്നും തന്നെ അവിടെ സംഭവിച്ചിട്ടില്ല. എന്നാൽ അവനെ കൊല്ലാൻ വേണ്ടി മരത്തിന് മുകളിലിരുന്ന വേട്ടക്കാരനെ അവിടെയൊന്നും കാണുവാനില്ല. അയാൾ ഉപയോഗിച്ചിരുന്ന റൈഫിൾ മരത്തിന് താഴെ കിടക്കുന്നത് ഗ്രാമീണരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതുപോലെ മരത്തിന് ചുറ്റും രക്തം തളം കെട്ടിക്കിടക്കുന്ന പാടുകളും. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? അവർ അന്വേഷിച്ചു വന്ന വേട്ടക്കാരൻ എവിടേക്കാണ് പോയത്? ഇനി എങ്ങാനും അദ്ദേഹത്തെ അവൻ പിടിച്ചോ? ഗ്രാമീണരും ആ വേട്ടക്കാരന്റെ സുഹൃത്തും അതിന്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം ആ വേട്ടക്കാരന് വേണ്ടി ഒരു തിരച്ചിൽ നടത്തി. ഒടുവിൽ അവർക്ക് കിട്ടിയ തെളിവുകളെല്ലാം വെച്ച് അവിടെ സംഭവിച്ചിട്ടുള്ള ഒരു കഥ അവർ മെനഞ്ഞെടുത്തു. ആ കഥ ഞാൻ ഇവിടെ പറയാം. സമയം ഇരുട്ടിക്കഴിഞ്ഞ് വനത്തിന്റെ ഉള്ളിലേക്ക് ഇരുട്ട് കടന്നു വന്ന സമയം അവൻ ഇരുട്ടിന്റെ മറ പറ്റി അവിടേക്ക് വന്നിരിക്കണം. മരത്തിന് മുകളിൽ അവന് വേണ്ടി കാത്തിരുന്ന വേട്ടക്കാരനെ അവൻ കണ്ടിരിക്കണം. ആ വേട്ടക്കാരൻ പോലും അറിയാതെ വേട്ടക്കാരൻ ഇരുന്നിരുന്ന മരത്തിലേക്ക് അവൻ പതിയെ കയറി കാണണം. പിന്നെ എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളത് പറയേണ്ട കാര്യമില്ലല്ലോ. അവൻ അയാളെ ആക്രമിച്ച് അയാളെ കടിച്ചു പിടിച്ച് അവിടെ നിന്നും സ്ഥലം വിട്ടു കാണണം. പിന്നെ അവർക്കിടയിൽ രണ്ടാമത്തെ ഒരു കഥ പ്രചരിപ്പിച്ചിരുന്നത് ഇങ്ങനെയാണ്. വേട്ടക്കാരൻ തിരഞ്ഞെടുത്ത മരത്തിന് ചുറ്റും ഒരുപാടധികം മരങ്ങളുണ്ട്. ഒന്നിനോടൊന്ന് ചേർന്ന് ശിഖരങ്ങൾ മുട്ടി നിൽക്കുന്ന രീതിയിലാണ് അവിടെയുള്ള എല്ലാ മരങ്ങളും ഉള്ളത്. അതിനാൽ തന്നെ ആ വേട്ടക്കാരൻ ഇരുന്ന മരത്തിന്റെ അരികിൽ അവൻ മറഞ്ഞിരുന്ന് വിശ്രമിച്ചിരിക്കുകയായിരിക്കണം. അവിടേക്ക് ഗ്രാമീണരും വേട്ടക്കാരനും എത്തിയതെല്ലാം അവൻ അവിടെ നിന്നും മറഞ്ഞിരുന്ന് കണ്ടിരിക്കണം. ആ വേട്ടക്കാരൻ മരത്തിന്റെ മുകളിൽ അവന് വേണ്ടി കാത്തിരിക്കുന്നതും കണ്ടിരിക്കണം. പിന്നീട് അവൻ കാത്തിരുന്നത് നേരം ഇരുട്ടുവാൻ വേണ്ടി മാത്രമായിരിക്കണം. ഇരുട്ടായതിനു ശേഷം അവിടെ ഇരുന്ന മരത്തിൽ നിന്നും വേട്ടക്കാരൻ ഇരുന്ന മരത്തിലേക്ക് പതിയെ ചാടി കയറി കാണണം. ഇതൊന്നും അറിയാതെ ഇരയ്ക്കു വേണ്ടി അവിടെ കാത്തിരുന്ന വേട്ടക്കാരനെ അവൻ വേട്ടയാടി ആക്രമിച്ചിരിക്കണം. അയാളെ അവിടെ നിന്നും കൊന്നതിനു ശേഷം മറ്റു ദൂരെ എവിടെയെങ്കിലും അയാളെയും കൊണ്ട് അവൻ മറയുകയും ചെയ്തിരിക്കണം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു കരിമ്പുലിയുടെ വേട്ടക്കഥയാണ്. അതും ആനമല തമ്പിയുടെ ഒരു വേട്ടക്കഥ. വെൽക്കം ബാക്ക് അഗെയിൻ മിക്സ്ഡ് സ്റ്റോറീസ്. മുതുമല വനത്തിന്റെ അതിർവരമ്പ് തീർത്ത് കിടക്കുന്ന തൊപ്പക്കാട് ഗ്രാമത്തിൽ നിന്നും 4 പേർ അടങ്ങുന്ന ഒരു ഗ്രാമീണ സംഘം അവരുടെ കന്നുകാലികളെയും മേച്ചുകൊണ്ട് മുതുമലയിലെ ഫോറസ്റ്റ് വനത്തിനുള്ളിലേക്ക് കയറി. അവരുടെ അടുത്തുള്ള ആടുമാടുകളെ മേയ്ക്കുവാൻ വേണ്ടിയായിരുന്നു അവർ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരുന്നത്. അവർ അങ്ങനെ ആ വനത്തിനുള്ളിലൂടെ ഏതാണ്ട് കുറച്ച് ദൂരം സഞ്ചരിച്ച് കാണണം. അവർക്ക് മുന്നിലൂടെ കുറച്ച് അകലെയായി ഒരു നീരരുവി കടന്നു പോകുന്നത് അവർക്ക് കാണുവാൻ സാധിച്ചു. അതിന്റെ മറുകരയിൽ നിന്നും കറുത്ത
നിറമുള്ള ഒരു പുലി തിരിഞ്ഞു നടന്നു പോകുന്നത് പോലെ അവർക്ക് കാണുവാൻ സാധിച്ചു. സൂര്യന്റെ പ്രകാശത്തിൽ ആ കറുത്ത നിറം വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. അന്ന് വരെ കേട്ടുകേൾവി മാത്രം ഉണ്ടായിരുന്ന ആ പുലിയെ അവർ ഇന്ന് നേരിട്ട് കണ്ടിരിക്കുന്നു. അവർക്ക് അവരുടെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അതിനെപ്പറ്റി പേടിപ്പെടുത്തുന്ന പല കഥകളും അവിടെയുള്ള ഗ്രാമത്തിലെ ഗ്രാമീണർ പറഞ്ഞു പരത്തിയിട്ടുണ്ട്. അതായിരിക്കണം അവർ അതിനെ കണ്ട ഉടനെ തന്നെ അവർ ഭയന്ന് വിറച്ചിരുന്നത്. കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ തന്നെ അവർക്ക് മുന്നിൽ കണ്ട ആ പേടിപ്പെടുത്തുന്ന രൂപം അപ്രത്യക്ഷമാവുകയും ചെയ്തു. വനത്തിന്റെ ഏത് ദിശയിലേക്കാണ് അവൻ പോയത്, എവിടെയാണ് മറഞ്ഞിരിക്കുന്നത് എന്നൊന്നും അവർക്ക് കാണുവാൻ സാധിച്ചതുമില്ല. പിന്നീട് അവിടെ നിന്നും അവരുടെ മുന്നിലേക്ക് അവരുടെ കന്നുകാലികളെ നയിച്ചു കൊണ്ടുപോകുവാൻ ഭയവും പേടിയുമായി. പേടിപ്പെടുത്തുന്ന ആ കാഴ്ച കണ്ട അവർ ഗ്രാമത്തിലേക്ക് തന്നെ അവരുടെ കന്നുകാലികളെ തെളിയിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. വനത്തിന്റെ ഉൾക്കാടുകളിൽ മാത്രം കാണപ്പെടുന്ന, രാത്രിയുടെ മറവിൽ മാത്രം ഇര തേടിയിറങ്ങുന്ന കരിമ്പുലിയെ പകൽ കണ്ടതിന്റെ അമ്പരപ്പിലായിരുന്നു അവർ. കരിമ്പുലികളെ കുറിച്ചുള്ള കഥകൾ ഇതിനു മുമ്പും നമ്മളുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. അതിൽ എന്താണ് കരിമ്പുലികൾ, അവ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നൊക്കെ നമ്മൾ അതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ തിരികെ അവരുടെ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോയ അവർ അവരുടെ തെപ്പക്കാട് ഗ്രാമത്തിൽ വലിയ ഭീതിയും ഭയവുമാണ് അവർ അവിടമാകെ പറഞ്ഞു പടർത്തിയത്. പിന്നീട് അങ്ങോട്ട് അവർ ആ വനത്തിലേക്ക് പോകുവാൻ തന്നെ ഭയന്നിരുന്നു. എന്നാൽ ആ ഗ്രാമത്തിലെ കുറച്ച് ഗ്രാമീണർ അവർ പറഞ്ഞ ഈ കഥകളൊന്നും വിശ്വസിച്ചില്ലായിരുന്നു. ഇതെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണെന്നും ഇങ്ങനെ ഒരു പുലി പോലും അവിടെ ഇല്ല എന്ന് അവർ വാദിച്ചു. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ മുന്നോട്ട് കടന്നു പോകും തോറും പുലിയുടെ പല സാന്നിധ്യവും പലരും കണ്ടതായി പറയുവാനും ആരംഭിച്ചു. അതോടെ ആ ഗ്രാമത്തിനുള്ളിൽ ഭയം കടന്നു വന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം രാത്രിയിൽ ഗ്രാമത്തിലുള്ള ഒരു ഗ്രാമീണനെ അവൻ ആക്രമിച്ചു. അപ്രതീക്ഷിതമായി അവന് മുന്നിലേക്ക് എത്തിച്ചെന്ന ഗ്രാമീണനെ കണ്ട് അവൻ ഭയക്കുകയും അയാളെ ആക്രമിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അന്ന് നടന്ന ആ സംഭവത്തിന് ശേഷം പിന്നീട് ആരും തന്നെ ഗ്രാമത്തിന്റെ വന അതിർവരമ്പുകളിൽ എവിടെയും അവനെ കണ്ടിട്ടില്ല. മനുഷ്യന്റെ സാന്നിധ്യം ഒട്ടും ഇഷ്ടപ്പെടാത്ത അവ വനത്തിന്റെ ഉൾക്കാടുകളിലേക്ക് പോയി മറഞ്ഞു കാണണം, ഇതായിരുന്നു അവിടുത്തെ ഗ്രാമീണർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ആ സംഭവങ്ങൾ നടന്ന് ആഴ്ചകൾക്കപ്പുറം ഗ്രാമത്തിൽ നിന്നും കന്നുകാലികളെ കാണാതെ പോകുന്നത് പതിവായി. ഗ്രാമത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ പതിഞ്ഞ കാൽപ്പാടുകളിൽ നിന്നും ഇതെല്ലാം ചെയ്യുന്നത് പുലിയാണെന്ന് അവർക്ക് മനസ്സിലായി. അതോടെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും ആ കരിമ്പുലി തന്നെയാണെന്ന് അവരുടെ ഗ്രാമത്തിൽ കാട്ടുതീ പോലെ പടർന്നു പന്തലിച്ചു. രാത്രിയിൽ ഇരുട്ടിന്റെ മറവ് പറ്റി ഗ്രാമത്തിലേക്ക് കടന്നു വരുന്ന അവയെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസമായിരുന്നു. എവിടെ നിന്ന് ആക്രമിക്കുമെന്നോ എങ്ങനെ ആക്രമിക്കുമെന്നോ എന്നൊന്നും ആർക്കും ഊഹിക്കുവാൻ പോലും സാധിക്കില്ലായിരുന്നു. ഇന്നവൻ അവരുടെ ഗ്രാമത്തിലെ കന്നുകാലികളെ പിടിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. നാളെ ഒരു പക്ഷേ അവൻ ഗ്രാമത്തിലെ ഗ്രാമവാസികളെ പിടിക്കുമെന്നും നമ്മുടെ ഓരോരുത്തരുടെയും മരണം അടുത്തുവെന്നും ഗ്രാമത്തിലുള്ള പലരും പേടിച്ച് പറയുവാനും തുടങ്ങി. എന്നാൽ മാസങ്ങൾക്കപ്പുറം ഈ വാക്കുകളെല്ലാം സത്യമാവുകയാണ് ചെയ്തത്. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഏകദേശം 7-8 മാസം കഴിഞ്ഞു കാണണം. അതുവരെ ആ ഗ്രാമത്തിലെ കന്നുകാലികളെ മാത്രം പിടിച്ചുകൊണ്ടിരുന്ന അവൻ പെട്ടെന്ന് ഗ്രാമത്തിലെ ഒരു ഗ്രാമീണനെ അവൻ ആക്രമിച്ചു. നേരം പുലർന്ന സമയത്ത് ഗ്രാമത്തിൽ നിന്നും വനത്തിന്റെ അരികിലുള്ള പാതയുടെ സമീപം രക്തം പുരണ്ട വലിച്ചിഴച്ചു കൊണ്ടുപോയ പാടുകൾ മാത്രമാണ് അവിടെയുള്ള ഗ്രാമീണർക്ക് കാണുവാൻ സാധിച്ചത്. നേരം ഇരുട്ടിയ സമയം ഗ്രാമത്തിൽ നിന്നും ഒരു നിലവിളി ഉയർന്നു വന്നത് അവിടുത്തെ ഒരു ഗ്രാമീണൻ കേട്ടിരുന്നു. പെട്ടെന്ന് അത് അവസാനിക്കുകയും ചെയ്തു. എന്നാൽ അവരുടെ ഗ്രാമത്തിലെ ആരെയാണ് അവൻ ആക്രമിച്ചത് എന്ന് ആർക്കും അറിയുവാൻ സാധിച്ചില്ല. ആരെയാണ് അവൻ കൊന്നുകൊണ്ട് വനത്തിനുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയത് എന്നും ആർക്കും തന്നെ മനസ്സിലാക്കുവാനും സാധിച്ചില്ല. എന്നാൽ സംഭവം നടന്ന സ്ഥലത്തു നിന്നും ഒരു മനുഷ്യൻ്റേത് എന്ന് തോന്നുന്ന വിധത്തിലുള്ള വസ്ത്രങ്ങളും അയാൾ നടന്നു വന്നതിൻ്റെ കാൽപ്പാടുകളും അവർക്കവിടെ കാണുവാൻ സാധിച്ചിരുന്നു. പക്ഷേ അവന് ഇരയായി തീർന്നത് ആരാണെന്ന് മാത്രം അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല. അതിൽ നിന്നും അവർ ഒരു അനുമാനത്തിൽ എത്തിച്ചേരുകയായിരുന്നു. പുറത്തെ ഗ്രാമത്തിൽ നിന്നും അവരുടെ ഗ്രാമത്തിലേക്ക് വന്ന ഏതോ ഒരു നിർഭാഗ്യവാനായിരിക്കും എന്ന നിഗമനത്തിൽ അവർ ഒടുവിൽ എത്തിച്ചേർന്നു. അങ്ങനെ ഈ ഒരു സംഭവം കൂടി അരങ്ങേറിയതോടെ ഗ്രാമത്തിലുള്ളവർ വീണ്ടും ഭയന്നു വിറച്ചു. തൊപ്പക്കാട് ഗൂഡല്ലൂർ റോഡ് വഴി രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്ത മിക്കവരെയും അവൻ ആക്രമിച്ചു. അതിൽ നിരവധി പേരെയാണ് അവൻ കൊന്ന് ആഹാരമാക്കിയത്. അവിടെ അവശേഷിച്ചിരുന്നത് കൊലയാളി എന്ന വിധത്തിൽ അവൻ്റെ കാൽപ്പാടുകൾ മാത്രമായിരുന്നു. ആ സമയങ്ങളിൽ ആരും തന്നെ അവനെ കണ്ടിരുന്നില്ല.
അതോടെ കൂടുതൽ ഊഹാപോഹങ്ങൾ അവിടെ പടർന്നു പിടിക്കുവാൻ തുടങ്ങി. ഇതൊരു നിസ്സാരമായ പുലിയല്ല, ദുരാത്മാക്കൾ കടന്നുകൂടിയ ഒരു പുലിയാണെന്ന് വരെ അവിടെയുള്ള ആളുകൾ പറഞ്ഞു പരത്തി. അതോടെ ഗൂഡല്ലൂർ തൊപ്പക്കാട് റോഡ് വഴി രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുവാൻ ആളുകൾ ഭയന്നിരുന്നു. കാളവണ്ടിക്കാർ അതുവഴി രാത്രിയിലുള്ള യാത്രകൾ പലരും ഒഴിവാക്കി. രാത്രി കാലങ്ങളിൽ തുരപ്പള്ളിയിലും അതുപോലെ തൊപ്പക്കാടും അവർക്ക് താമസിക്കുവാനുള്ള താവളമൊരുക്കി. നേരം പുലരുന്നതുവരെ കാത്തിരുന്നതിന് ശേഷം മാത്രം പിന്നീടായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ യാത്ര തുടർന്നിരുന്നത്. എന്നാൽ ഈ സമയങ്ങളിലൊന്നും ഗ്രാമങ്ങളിലേക്കുള്ള അവൻ്റെ വരവ് അവൻ നിർത്തിയിരുന്നില്ല. അതിനുശേഷം നിരവധി കന്നുകാലികളെയും ആടുമാടുകളെയും അവൻ അവിടെ നിന്നും ആക്രമിച്ച് പിടിച്ചു കൊണ്ടുപോകുമായിരുന്നു. അവിടുത്തെ ഗ്രാമീണർക്ക് ഒന്നും തന്നെ ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല. നിസ്സഹായരായ ഗ്രാമീണർ മുതുമല വനത്തിന്റെ ചുമതലയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് ഈ കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചു എങ്കിലും അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പോലും അതിനെ പിടിക്കുവാൻ കൂട്ടാക്കിയില്ല. കാരണം അവരിൽ ആരും തന്നെ റോന്തു ചുറ്റാൻ പോയ സമയങ്ങളിൽ പോലും ആ പുലിയെ അവർ കണ്ടിട്ടില്ല. അതിനെപ്പറ്റി യാതൊരു സൂചനയും അവർക്ക് ലഭിച്ചിട്ടുമില്ല. അവിടെയുള്ള ഗ്രാമീണരിൽ പലരും അന്ധവിശ്വാസികളായതുകൊണ്ട് തന്നെ അവർ പറയുന്ന കഥകളിൽ പലതും കെട്ടിച്ചമച്ച കഥകളാണെന്ന വിശ്വാസത്തിലായിരുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. എന്നാൽ രാത്രി കാലങ്ങളിൽ മനുഷ്യവേട്ട തുടർന്നു വന്നതോടെ അതിലല്പം കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആ പുലിയെ തിരക്കി ഏകദേശം 2.5 മാസക്കാലം ആ കാട് മുഴുവൻ അരിച്ചുപുറുക്കി. പക്ഷേ അവർക്കൊന്നും അവനെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. ഈ സംഭവങ്ങളെല്ലാം അവിടെ നടക്കുന്ന സമയം ഞാൻ ആനമലയിലെ എൻ്റെ ഗ്രാമത്തിലെ ബംഗ്ലാവും തോട്ടവും പരിപാലിച്ചു വരികയായിരുന്നു. ഏകദേശം 5 മാസക്കാലം ഞാൻ എൻ്റെ ബംഗ്ലാവിൽ ഉണ്ടായിരുന്നു. 5 മാസങ്ങൾക്ക് മുന്നേ നല്ലമല വനത്തിൽ നടത്തിയ വേട്ടയ്ക്കിടയിൽ പാറക്കെട്ടുകൾക്കിടയിൽ നിന്നും തെന്നി വീണ് നല്ല രീതിയിൽ തന്നെ എൻ്റെ കാലുകൾക്കും തലയിലും പരിക്കു പറ്റിയിട്ടുണ്ടായിരുന്നു. അതെന്നെ ഏകദേശം 3 മാസക്കാലം കട്ടിലിൽ തന്നെ കിടത്തി. ആ സംഭവങ്ങൾക്ക് ശേഷം ഇന്നാണ് ഞാൻ ഈ കരിമ്പുലിയെ കുറിച്ചുള്ള വിവരം അറിയുന്നത്. എൻ്റെ തോട്ടത്തിലെ പണിക്കാർ മുഖേനയാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. അത് കേട്ടപ്പോൾ തികഞ്ഞ ആവേശത്തിലായിരുന്നു ഞാൻ. കരിമ്പുലി വേട്ടകൾ എന്നും എനിക്കൊരു ആവേശമായിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ വേട്ടയാണിത്. വനത്തിലെ ഉൾവനങ്ങളിൽ മാത്രമാണ് ഇവയെ കാണുവാൻ സാധിക്കുന്നത്. ഇവ മനുഷ്യവാസമുള്ള സ്ഥലത്തേക്ക് ഇറങ്ങി വരുന്നതും വളരെ ചുരുക്കവുമാണ്. രാത്രി കാലങ്ങളിൽ അവയെ വേട്ടയാടുക എന്നുള്ളത് അസാധ്യമായ കാര്യവുമാണ്. എന്നാൽ അവയെ പിന്തുടർന്ന് അവ മറഞ്ഞിരിക്കുന്ന സ്ഥലം കണ്ടെത്തി അവയെ കൊല്ലുക എന്നുള്ളത് വളരെ ആവേശവുമുള്ള ഒരു കാര്യം കൂടിയാണ്. ഒടുവിൽ ഇതെല്ലാം കൊണ്ട് മുതുമലയിലേക്ക് യാത്ര ചെയ്യാമെന്ന തീരുമാനത്തിൽ ഞാൻ എത്തിച്ചേർന്നു. എൻ്റെ തോട്ടത്തിലുള്ള പല തൊഴിലാളികളും എന്നെ ഇതിൽ നിന്നും വിലക്കിയെങ്കിലും അതൊന്നും ഞാൻ അത്ര വലിയ കാര്യമാക്കിയെടുത്തില്ല. അവിടെ നിന്നുമാണ് ഞാൻ മറ്റൊരു കഥയും കൂടി അറിയുന്നത്. എന്നെ പോലെ തന്നെ മറ്റൊരു വേട്ടക്കാരൻ അവനെ പിടിക്കുവാൻ ഒരു ശ്രമം നടത്തിയെന്ന കഥ. ഗ്രാമത്തിലെ ഗ്രാമീണരുടെ സഹായത്തോടെ അയാൾ വനത്തിലേക്ക് പോവുകയും അവൻ ഗ്രാമത്തിൽ നിന്നും പിടിച്ചു കൊണ്ടുപോയ കന്നുകാലിയുടെ ശരീരാവശിഷ്ടം വേട്ടക്കാരൻ കണ്ടെത്തുകയും അവനെ പിടിക്കുവാൻ വേണ്ടി കെണിയൊരുക്കി മരത്തിൽ കാത്തിരിക്കുകയും ചെയ്തു. എന്നാൽ അയാൾക്ക് സംഭവിച്ചത് മരണമായിരുന്നു. കഥയുടെ തുടക്കത്തിൽ നമ്മൾ അത് പറഞ്ഞിരുന്നു. ഈ ഒരു കഥ കേട്ടുകൊണ്ടാണ് ഞാൻ അവിടേക്ക് യാത്ര തിരിക്കുന്നത്. എൻ്റെ മനസ്സിലും ചെറിയ ഭയമുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ തൊപ്പക്കാട് എത്തിച്ചേർന്നു. ഞങ്ങൾ ആ പുലിയെ പിടിക്കാൻ വന്നതാണ് എന്നറിഞ്ഞ് അവിടുത്തെ ഗ്രാമീണർ വളരെയധികം സന്തോഷിച്ചു. ഞാനും എൻ്റെ സഹായിയും അവിടുത്തെ ഗ്രാമത്തിൽ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെയുള്ള ചുറ്റുപാടും നിരീക്ഷിച്ചിരുന്നു. അവിടെയുള്ള ഗ്രാമീണരോട് ഈ പുലിയെപ്പറ്റി വിശദമായി ചോദിച്ചറിഞ്ഞു. അവർക്ക് ഞങ്ങളോട് ആ പുലിയെപ്പറ്റി പറയാനുണ്ടായിരുന്നത് പല പല കഥകളായിരുന്നു. അവർക്ക് പറയാനുള്ള കഥകളെല്ലാം ഞാൻ കേട്ടു. അതിൽ ഒഴിവാക്കേണ്ട കഥകൾ ഞാൻ തള്ളിക്കളഞ്ഞു. ഉൾക്കൊള്ളാൻ കഴിയുന്നത് മാത്രം ഉൾക്കൊണ്ടു. പിന്നീട് അവിടെയുള്ള ഗ്രാമത്തിന് ചുറ്റും നടന്ന് വീക്ഷിച്ചു. കൂട്ടത്തിൽ ഗ്രാമത്തിന്റെ സമീപത്തുണ്ടായിരുന്ന വനത്തിലും ഞങ്ങൾ കയറിയിരുന്നു. ആ അന്വേഷണത്തിൽ പുലിയുടെ കാലടയാളങ്ങളും ഞങ്ങൾക്കവിടെ കാണുവാൻ സാധിച്ചു. സാമാന്യം വലിപ്പമുള്ള പ്രായമേറിയ ഒരു പുലിയാണെന്ന് ആ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായി. ഗ്രാമീണരുടെ സംസാരത്തിൽ അതൊരു കരിമ്പുലിയാണെന്നും ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. അവൻ്റെ ആക്രമണങ്ങൾ അരങ്ങേറിയ ഭാഗങ്ങളിലെല്ലാം ഞങ്ങൾ പോയി അന്വേഷിച്ചിരുന്നു. സൂക്ഷ്മമായി പരിശോധിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്തിരുന്നു. ഗ്രാമത്തിലെ കുറച്ചു പേർ മാത്രമായിരുന്നു ഇതിനിടയിൽ ആ കരിമ്പുലിയെ നേരിട്ട് കണ്ടത്. അവരുടെ അടുത്തേക്ക് ഞങ്ങൾ പോവുകയും അവരെ കാണുകയും ആ പുലിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു.
അതിലെ ഒരാളെ മാത്രമാണ് അവൻ നേരിട്ട് ആക്രമിച്ചിരിക്കുന്നത്. അയാൾ ഭാഗ്യത്തിന് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. അയാൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിയതിനെ തുടർന്ന് ഗ്രാമീണർ അവിടേക്ക് ഓടി വന്നതുകൊണ്ട് മാത്രം ആ കരിമ്പുലി കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയുമാണ് ചെയ്തത് എന്നും അവിടുത്തെ ഗ്രാമീണർ പറഞ്ഞു. അതിനുശേഷം ആരും തന്നെ ആ കരിമ്പുലിയെ പിന്നീട് നേരിൽ കണ്ടിട്ടില്ല. അവൻ്റെ ആക്രമണങ്ങൾ നേരം പുലർന്നതിന് ശേഷം മാത്രമാണ് പിന്നീട് അവർ കണ്ടിട്ടുള്ളത് എന്നും അവർ എന്നോട് പറഞ്ഞു. ഞാൻ അവിടെ എത്തുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ അവിടെ ഒരു കന്നുകാലിയെ കൂടി അവൻ ആക്രമിച്ചിരുന്നു. ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന ഒരു ചായക്കടക്കാരൻ്റെ കന്നുകാലിയെയായിരുന്നു അവൻ ആക്രമിച്ചിരുന്നത്. അവരുടെ വീടിന് സമീപം കെട്ടിയിട്ടിരുന്ന തൊഴുത്തിൽ നിന്നുമായിരുന്നു ആ കന്നുകാലിയെ അവൻ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിരുന്നത്. ആ തൊഴുത്തിൽ നിന്നും ഏകദേശം 40-50 അടി നടന്നു കഴിഞ്ഞാൽ ത്തിൻ്റെ അതിർവരമ്പുകളാണ്. ഞങ്ങൾക്ക് ആ ഗ്രാമത്തിൻ്റെ സമീപത്ത് കണ്ട ആ കാൽപ്പാടുകൾ തന്നെയാണ് അവിടെയും കാണുവാൻ സാധിച്ചത്. അതിൽ നിന്നും ഈ സംഭവം ചെയ്തതും ആ പുലി തന്നെയാണെന്നുള്ള അനുമാനത്തിൽ ഞാനും എത്തിച്ചേർന്നു. അപ്പോഴും ഗ്രാമീണർ പറഞ്ഞ ഒരു അറിവ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ, ആ പുലിയെ പറ്റിയുള്ള ഏകദേശം ഒരു രൂപം. എങ്കിലും എൻ്റെ ചിന്തകൾ എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. കരിമ്പുലികൾ മറ്റു പുലികളിൽ നിന്നും തികച്ചും വ്യത്യസ്തരാണ്, അവഗണിക്കപ്പെട്ടവരാണ്. അവർ ഒരിക്കലും മനുഷ്യന്റെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നവരല്ല. അതുപോലെ മറ്റു പുലികളിൽ നിന്നും അവർ അകന്നു ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമാണ് അവർ നരഭോജികളായി മാറുകയുള്ളൂ. അതുപോലെ ഗ്രാമത്തിലേക്ക് കടന്ന് ഗ്രാമീണർ വളർത്തുന്ന കന്നുകാലികളെ അവൻ കണ്ണുവെക്കുകയുള്ളൂ. എവിടെയൊക്കെയോ എൻ്റെ സംശയങ്ങൾ അങ്ങനെ ഉയരുവാൻ തുടങ്ങി. അന്നത്തെ രാത്രിയിൽ ഞാൻ അതിനെപ്പറ്റി മാത്രമായിരുന്നു ചിന്തിച്ചിരുന്നത്. സാധാരണ പുലികളും രാത്രിയിലാണല്ലോ വേട്ടയാടുന്നത്. കരിമ്പുലിയെക്കുറിച്ചുള്ള ഭീതി ഗ്രാമീണരുടെ മനസ്സുകളിൽ നിറഞ്ഞു നിന്നതുകൊണ്ടായിരിക്കണം അവർ ആ പഴി മൊത്തവും കരിമ്പുലിയുടെ മേലെ ചാർത്തുന്നത്. എങ്കിൽ ഇവിടെ ശരിക്കുമുള്ള പ്രതി മറ്റാരെങ്കിലും ആയിരിക്കുമോ എന്നിങ്ങനെയുള്ള ചിന്തയിലായിരുന്നു എന്നെ വല്ലാതെ അലട്ടിയിരുന്നത്. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കടന്നുപോയി. അത് ആഴ്ചകളായി. ഗ്രാമവും ഗ്രാമത്തിൻ്റെ പരിസര പ്രദേശവും തൊപ്പക്കാട് റോഡും ഞാനും എൻ്റെ സഹായിയും ഗ്രാമീണരുടെ സഹായത്തോടെ അവന് വേണ്ടി അരിച്ചു പൊറുക്കി. പക്ഷേ ഞങ്ങൾക്ക് നിരാശ മാത്രമായിരുന്നു ഫലം. അവനെ കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല. ഏകദേശം ഒരാഴ്ച കാലമായി അവൻ്റെ ആക്രമണം ആ ഗ്രാമത്തിൽ നടന്നതുമില്ല. ചിലപ്പോൾ അവനെ പിടിക്കുവാനുള്ള നായാട്ടുകാരൻ വന്ന വിവരം അവൻ അറിഞ്ഞു കാണണം എന്നിങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ച് അന്നത്തെ രാത്രിയിലും പതിയെ കിടന്നുറങ്ങി. എന്നാൽ പിറ്റേന്ന് രാവിലെ ഗ്രാമത്തിലെ ഗ്രാമീണർ വിളിച്ചുണർത്തുമ്പോഴാണ് ഞാൻ ഉണരുന്നത്. അന്ന് രാത്രിയിൽ ആ പുലിയുടെ ആക്രമണം ആ ഗ്രാമത്തിലുണ്ടായി. ഗ്രാമത്തിലെ ഒരു വൃദ്ധയുടെ ഏക സമ്പാദ്യമായിരുന്ന ഒരു കന്നുകാലിയെ അവൻ പിടിച്ചു കൊണ്ടുപോയി എന്ന വാർത്തയായിരുന്നു എന്നെ തേടി അവിടേക്കെത്തിയത്. ആ വാർത്ത കേട്ട ഉടനെ തന്നെ ആ വൃദ്ധയുടെ വീട്ടിലേക്ക് ഞങ്ങൾ ഓടിച്ചെന്നു. അവിടെ എത്തിയതിനു ശേഷം അതിൻ്റെ പരിസരമാകെ ഒന്ന് വീക്ഷിച്ചു. ഞങ്ങൾ നേരത്തെ കണ്ട ആ കാൽപ്പാടുകൾ തന്നെയാണ് അവിടെയും കാണുവാൻ സാധിച്ചത്. കാൽപ്പാടുകളും കന്നുകാലിയെ വലിച്ചു കൊണ്ടുപോയ ചോരപ്പാടുകളും പിന്തുടർന്നുകൊണ്ട് ഞങ്ങൾ വനത്തിനുള്ളിലേക്ക് യാത്ര തിരിച്ചു. ഏകദേശം ഒരു 1.5 മൈലോളം ഞങ്ങൾ വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ച് കാണണം. ഞങ്ങൾ സഞ്ചരിക്കുന്ന പാതയിൽ നിന്നും വഴി തിരിച്ചുകൊണ്ട് അവൻ ഏകദേശം 20 അടി വലത്തേക്ക് നടന്നു കാണണം. അവിടെ ഉണ്ടായിരുന്ന ഒരു കുഴിയിൽ ഞങ്ങൾക്ക് കന്നുകാലിയുടെ പാതി ആഹരിച്ച ശരീരം കണ്ടെത്തുവാൻ സാധിച്ചു. കുഴിക്കുള്ളിൽ ഉണങ്ങിയ ഇലകളാൽ മൂടപ്പെട്ട രീതിയിലായിരുന്നു ആ കന്നുകാലിയുടെ പാതി ആഹരിച്ച ശരീരം അവിടെ ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ അവൻ ആഹരിച്ചതിന് ശേഷം ഇലകൾ കൊണ്ട് മറച്ചു വെച്ചതായിരിക്കാം. അതിൽ നിന്നും ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, ഉറപ്പായും അവൻ ഇവിടേക്ക് തന്നെ തിരികെ വരുമെന്ന്. എന്നാൽ ഞാൻ അടുത്തുണ്ടായിരുന്ന ഒരു മരത്തിലേക്ക് കയറി ഇരിക്കാൻ പോയ സമയത്ത് മുമ്പേ ഞാൻ കേട്ട കഥ അവിടുത്തെ ഗ്രാമീണർ എന്നോട് പറഞ്ഞു. അതിനാൽ തന്നെ ചുറ്റുപാടുമുള്ള മരങ്ങളിൽ നിന്നുമെല്ലാം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു മരമായിരുന്നു ഞാൻ തിരഞ്ഞെടുത്തിരുന്നത്. അതുകൂടാതെ ചുറ്റുപാടുമുള്ള മരങ്ങളിൽ അവനില്ല എന്ന ഉറപ്പും ഞങ്ങൾ വരുത്തിയിരുന്നു. അതിനു പുറമെ ഞാൻ ഇരിക്കുവാൻ കണ്ടെത്തിയ മരത്തിൻ്റെ 1.5 അടി പൊക്കത്തിൽ ഞങ്ങൾ മുള്ളുകമ്പി കൊണ്ട് ചുറ്റിക്കെട്ടിപ്പിടിപ്പിച്ചിരുന്നു. ഒരു പക്ഷേ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവൻ എന്നെ കണ്ടാൽ മരത്തിലേക്ക് ചാടി കയറി എന്നെ ആക്രമിക്കാതിരിക്കുവാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നത്. നേരം സന്ധ്യയാകുവാൻ തുടങ്ങി. എൻ്റെ ഒപ്പം അവിടേക്ക് വന്ന ഗ്രാമീണരെയും എൻ്റെ സഹായിയെയും ഞാൻ അവരുടെ ഗ്രാമത്തിലേക്ക് തിരികെ പോകുവാൻ പറഞ്ഞു. ഞാനും എൻ്റെ വിഞ്ചസ്റ്റർ 405 മാത്രമായി ആ മരത്തിന് മുകളിൽ അവശേഷിച്ചു. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം വൈകുന്നേരമായിരുന്നു. അതിനാൽ തന്നെ
അവൻ ഏത് നിമിഷവും ഇവിടേക്ക് കടന്നു വരുമെന്ന ചിന്ത എന്നിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു ഞങ്ങൾക്കിവിടെ മരത്തിൻ്റെ മുകളിൽ ഒരു മച്ചാൻ കെട്ടാൻ പോലും സമയം കിട്ടാതിരുന്നത്. നേരത്തെ അവിടെ നടന്ന സംഭവങ്ങൾ അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ അവിടെ കൊന്നിട്ട കന്നുകാലിയുടെ ശവശരീരത്തിൽ നിന്നും ഏകദേശം 25-30 അടി അകലത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ചുറ്റുപാടിലുള്ള മരത്തിൻ്റെ ശിഖരങ്ങളിൽ ഒന്നും തന്നെ ഞാൻ ഇരിക്കുന്ന മരത്തിലേക്ക് മുട്ടുന്നില്ല എന്നുള്ള ഉറപ്പും ഞാൻ വരുത്തിയിരുന്നു. സൂര്യൻ മലകൾക്കിടയിലൂടെ ചക്രവാളത്തിലേക്ക് പോയി മറഞ്ഞു. അതിനോടൊപ്പം ആകാശം ചുവന്നു തുടങ്ങി. പതിയെ പതിയെ ഇരുട്ട് വനത്തിനുള്ളിലേക്ക് കടന്നു വരുവാൻ ആരംഭിച്ചു. ഇന്ന് വരെ എനിക്ക് തോന്നാത്ത ഒരു ഭയത്തിൻ്റെയും ആദിയുടെയും ഭീതി എന്നിലേക്ക് വന്നു തുടങ്ങുവാൻ ആരംഭിച്ചു. ഇരുട്ടിൻ്റെ കട്ടി മൂർച്ഛിക്കുന്നത് ഞാൻ അസ്വസ്ഥതയോടെ നോക്കി നിന്നു. അതിന് ചുറ്റുപാടും ഞാനൊന്ന് നിരീക്ഷിച്ചു. എനിക്ക് അങ്ങ് അകലെയായി 60-70 അടി വാര അകലെ ഒരു മരത്തിൻ്റെ മുകളിൽ കുരങ്ങന്മാർ ആടി ഉല്ലസിച്ച് നിൽക്കുന്നു. അല്പസമയം കൂടി കഴിഞ്ഞതോടെ അതും എൻ്റെ കണ്ണിൽ നിന്നും പോയി മറഞ്ഞു. ആ സ്ഥലത്തും ഇരുട്ട് വന്നു മൂടി. എൻ്റെ കൺമുന്നിൽ ചുറ്റും കറുത്ത കൂരാക്കൂരിട്ടായിരുന്നു. അന്തരീക്ഷത്തിലെ താപനില പതിയെ കുറയുവാനും ആരംഭിച്ചു. രാത്രികാലങ്ങളിൽ ഈ ഭാഗങ്ങളിൽ കൊടും തണുപ്പാണ് അനുഭവപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ കൊടും മഞ്ഞും. നീലഗിരി മലനിരകളിൽ നിന്നും വീശുന്ന കാറ്റിന് നല്ല തണുപ്പാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ഒന്നും തന്നെ ഞാൻ ധരിച്ചിരുന്നില്ല. മൊത്തത്തിൽ ആകപ്പാടെ അസ്വസ്ഥതയിലായിരുന്നു ഞാൻ അവിടെ ഇരുന്നിരുന്നത്. ഓരോ നിമിഷവും കഴിയുന്തോറും എന്നിൽ കാത്തിരിപ്പിൻ്റെ മുഷിപ്പും വർദ്ധിച്ചു വരുവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയം വനത്തിൻ്റെ ഉള്ളിൽ നിന്നും എവിടെ നിന്നോ എനിക്കൊരു കേഴമാൻ്റെ ശബ്ദം കേൾക്കുവാൻ സാധിച്ചു. ഞാൻ ഇരുട്ടുന്നതിന് മുമ്പ് കേട്ട അങ്ങ് അകലെ ഇരുന്ന മരത്തിൽ ഉണ്ടായിരുന്ന കുരങ്ങന്മാരുടെ ശബ്ദവും ആ സമയം വീണ്ടും എനിക്ക് കേൾക്കുവാൻ തുടങ്ങി. പുലി അവൻ്റെ ഇരയിലേക്ക് വരുന്ന സമയം. ഈ കട്ട പിടിച്ച കൂരാക്കൂരിരുട്ടിൽ ഞാൻ അവനെ എങ്ങനെ കാണും? ഞാൻ എങ്ങനെ അവൻ്റെ സാദൃശ്യം തിരിച്ചറിയും എന്നുള്ള സംശയം എൻ്റെ മനസ്സിൽ ഉടലെടുത്തു. മുമ്പ് ഗ്രാമീണർ പറഞ്ഞതനുസരിച്ച് അവനൊരു കരിമ്പുലിയാണ്. കട്ട കറുപ്പാണ് അവൻ്റെ പുറം തൊലിക്ക്. കുറ്റിക്കാട്ടിലേക്ക് പോയി മറഞ്ഞിരുന്നാൽ പോലും അവനെ കണ്ടെത്തുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരു കരിമ്പുലിയെ ഞാൻ എങ്ങനെ കണ്ടെത്തുവാനാണ്? അതും ഈ ഇരുട്ടിൽ. ഇങ്ങനെയുള്ള പല ചിന്തകളും ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത ഭയത്തിൻ്റെ വിത്തുകൾ കോരി വിതച്ചു. ഞാൻ എൻ്റെ കാതും കണ്ണും കൂർപ്പിച്ചു നിന്നു. ഇനി അവൻ്റെ ശബ്ദമാണ് എൻ്റെ ഏക ആശ്രയം. ശബ്ദം കേൾക്കുന്ന ദിക്ക് ലക്ഷ്യമാക്കി വേണം എനിക്ക് നിറയൊഴിക്കുവാൻ. ചിലപ്പോൾ അത് അവനിൽ കൊള്ളാം, അതുമല്ലെങ്കിൽ ചിലപ്പോൾ അത് അവനിൽ കൊള്ളാതിരിക്കാം. സമയം അങ്ങനെ പതിയെ മുന്നിലേക്ക് കടന്നുപോയി. അത് ഏതാണ്ട് മണിക്കൂറുകൾ കടന്നുപോയി കാണണം. എന്നാൽ ഈ സമയങ്ങളിലും പുലിയുടെ ഒരു സാന്നിധ്യവും എനിക്ക് മനസ്സിലായില്ല. കാത്തിരിപ്പിൻ്റെ മുഷിപ്പിൽ ഉറക്കം എൻ്റെ കണ്ണിലേക്ക് വന്നു പതിക്കുവാൻ തുടങ്ങി. എനിക്ക് ഈ സമയങ്ങളിൽ നല്ല ക്ഷീണവും അനുഭവപ്പെട്ടു. ഏതാണ്ട് രാവിലെ തുടങ്ങിയതാണ് ഈ അലച്ചിൽ. എൻ്റെ കണ്ണുകൾ കുഴഞ്ഞു തുടങ്ങി. ഞാൻ പോലും അറിയാതെ എൻ്റെ കണ്ണുകൾ എന്നെ പതിയെ ഉറക്കത്തിലേക്കാഴ്ത്തി. മരക്കൊമ്പിൽ ഇരുന്ന് ഉറങ്ങുന്നത് ആത്മഹത്യ ചെയ്യുന്നത് പോലെയാണ്. ഉറക്കത്തിൽ എങ്ങാനും താഴേക്ക് തെന്നി വീണു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല. ബാക്കി പിന്നെ ആ നരഭോജി തീരുമാനിച്ചോളും. ഇങ്ങനെയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വന്ന് ഒരു ഞെട്ടലോടെ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു. ഏറിയാൽ 2 മിനിറ്റ് നേരം ഞാൻ ആ മരക്കൊമ്പിൽ ഉറങ്ങിക്കാണണം. ഞാൻ ഉറങ്ങിയാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ഞാനൊന്ന് ആലോചിച്ചു. ആ വേദനാജനകമായ കാര്യങ്ങൾ ഒരു മിന്നൽ പോലെ എൻ്റെ ശരീരത്തിലേക്ക് പ്രവചിച്ചു. അതുവരെ എനിക്ക് തോന്നിയ ക്ഷീണവും ഉറക്കവും എന്നെ വിട്ട് എങ്ങോട്ടോ അകന്നുപോയി. ഇനിയും എൻ്റെ കാതുകളെ മാത്രമേ എനിക്ക് ആശ്രയിക്കുവാൻ കഴിയുകയുള്ളൂ. എൻ്റെ കണ്ണുകൾ കൊണ്ട് എൻ്റെ തൊട്ടു മുന്നിലുള്ള മരങ്ങൾ പോലും എനിക്ക് കാണുവാൻ സാധിക്കുന്നില്ല. എൻ്റെ തോക്കിൻ്റെ അഗ്രത്തിൽ ഞാൻ ഒരു വെള്ള തുണി കൊണ്ട് കെട്ടിയിരുന്നു. ആ ഇരുട്ടിൽ എൻ്റെ തോക്ക് ലക്ഷ്യത്തിലേക്കാണോ ഞാൻ ചൂണ്ടുന്നത് എന്ന് അറിയുവാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത്. ആ തണുത്ത രാത്രിയിൽ വീശുന്ന കാറ്റുകളിലും ഞാൻ ഒരു പോള കണ്ണടക്കാതെ അവനു വേണ്ടി കാത്തിരുന്നു. സമയം വീണ്ടും പതിയെ പതിയെ മുന്നോട്ട് ഇഴഞ്ഞു നീങ്ങി. ഏകദേശം നേരം പുലരാറായി. എന്നിട്ടും അവന് മാത്രം കാണുന്നില്ല. അവൻ ഇരയുടെ അരികിലേക്ക് വന്നതായി എനിക്ക് തോന്നിയിരുന്നു. എന്നാൽ അവൻ ഇരയെ ഭക്ഷിച്ചിരുന്നില്ല. അവൻ വന്ന വഴിക്ക് മടങ്ങിപ്പോയി കാണണം. ഞാൻ അവനെ തേടി വന്നത് അവൻ അറിഞ്ഞിരിക്കണം. ഒരു പക്ഷേ അവന് അവിടെ മനുഷ്യൻ്റെ സാന്നിധ്യം കിട്ടിക്കാണണം.
നേരം നല്ല പോലെ പുലരുവാൻ ഞാൻ ആ മരത്തിൽ വീണ്ടും കാത്തിരിപ്പ് തുടർന്നു. സൂര്യന്റെ ആദ്യ കിരണം മരങ്ങൾക്കിടയിലൂടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ മരത്തിൽ നിന്നും താഴേക്കിറങ്ങി. മരത്തിൽ കെട്ടിയിരുന്ന മുള്ളു കമ്പികളിൽ എൻ്റെ ശരീരം ഉടക്കാതെ താഴേക്ക് വന്നതിന് ശേഷം 1.5 പൊക്കത്തിലുള്ള ശിഖരത്തിൽ നിന്നും ഞാൻ താഴേക്ക് എടുത്തു ചാടുകയായിരുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ മുള്ളു കമ്പികൾ എൻ്റെ ശരീരത്തിൽ ഉടക്കുമായിരുന്നു. ഞാൻ താഴേക്ക് ഇറങ്ങിയതിനു ശേഷം ചുറ്റുപാടും ഒന്നുകൂടി നിരീക്ഷിച്ചു. പുതുതായി വീണ അവന്റെ കാൽപ്പാടുകൾ എനിക്കവിടെ കാണുവാൻ സാധിച്ചു. രാത്രിയുടെ മറവിൽ ആ ഭാഗത്തു നിന്നും എന്തോ ഒരു നിഴലനക്കം എനിക്ക് തോന്നിയിരുന്നു. കരിയിലകളുടെ ശബ്ദം പോലും കേൾക്കാത്ത രീതിയിൽ അത്രയും ശ്രദ്ധിച്ചായിരിക്കണം ആ കരിമ്പുലി എൻ്റെ അരികിലേക്ക് കടന്നു വന്നിരുന്നത്. ഇടയ്ക്ക് ചുള്ളിക്കൊമ്പുകൾ നുറുങ്ങുന്ന ശബ്ദം ഞാൻ കേട്ടിരുന്നു. എന്നാൽ അത് ഏറെ നേരം നീണ്ടു നിന്നിരുന്നില്ല. 2-3 തവണ കൊണ്ട് അത് അവസാനിച്ചിരുന്നു. അതിനാൽ ഞാൻ അത് അത്ര കാര്യവും ആക്കിയില്ല. തന്ത്രശാലിയായ ഒരു പുലി തന്നെയാണ് അവനെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവൻ്റെ കാലടയാളങ്ങളുടെ ദിശ ലക്ഷ്യമാക്കി മുന്നിലോട്ട് നടന്നു. ഞാനിപ്പോൾ നടന്നു നീങ്ങുന്നത് വനത്തിൻ്റെ ഉള്ളിലേക്കാണ്. ഞാൻ അകത്തേക്ക് നടക്കും തോറും വനത്തിൻ്റെ കട്ടി കൂടിക്കൂടി വന്നു തുടങ്ങി. മരങ്ങൾക്കിടയിൽ വളർന്നു നിൽക്കുന്ന പുല്ലുകളുടെയും വലിപ്പവും മറ്റും കുറയുവാനും തുടങ്ങി. കുറച്ചു ദൂരം മുന്നിലേക്ക് ചെന്നപ്പോൾ മരങ്ങൾ മാത്രമായി. മരങ്ങൾക്കിടയിലൂടെ തൂങ്ങിക്കിടക്കുന്ന വള്ളിപ്പടർപ്പുകളും കാണുവാൻ തുടങ്ങി. വീണ്ടും കുറച്ചുകൂടി മുന്നിലോട്ട് നടന്നപ്പോൾ മരങ്ങളുടെ എണ്ണം കുറയുവാൻ തുടങ്ങി. അവിടെ നല്ല രീതിയിൽ തന്നെ പുല്ലുകൾ വളർന്നു നിൽക്കുന്നു. ഞാൻ എൻ്റെ ചുറ്റുപാടും സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഞാൻ വീണ്ടും അവിടെ നിന്നും മുന്നിലേക്ക് നടന്നു. അങ്ങനെ ഞാനിപ്പോൾ ഏകദേശം 4-5 മൈൽ നടന്നു കാണണം. ചെങ്കുത്തായ കയറ്റവും ഇറക്കവും ഇറങ്ങി കുന്നിൻ ചെരുവുകളിലൂടെയും താഴ്വരകളിലൂടെയും ഞാൻ അവനെ തേടി നടന്നു. ചുറ്റുമുള്ള മരങ്ങളിലും വലിപ്പമേറിയ മരങ്ങളിലും ഞാൻ അവനെ അന്വേഷിച്ചു. ഏത് നിമിഷവും എൻ്റെ മുകളിലേക്ക് ഒരു എടുത്തുചാട്ടം പ്രതീക്ഷിച്ചു കൊണ്ടാണ് ഞാൻ മുന്നിലേക്ക് നടന്നു നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും ശ്രദ്ധിച്ചാണ് മുന്നോട്ട് നടന്നു നീങ്ങുന്നത്. ഓരോ ശിഖരത്തിലും ഞാൻ അവനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. കുറ്റിക്കാടുകൾക്കിടയിലും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അങ്ങനെ ഞാൻ വളരെ സൂക്ഷ്മതയോടെ മുന്നോട്ട് നടന്നു നീങ്ങി. കുറ്റിക്കാടുകൾക്കിടയിൽ പതുങ്ങി ഇരുന്നു കഴിഞ്ഞാൽ അവരെ കണ്ടെത്തുക എന്നുള്ള കാര്യം വളരെ അസാധ്യമാണ്. കുറ്റിക്കാടുകൾക്കിടയിലുള്ള നിഴലുകളിൽ അവ മറഞ്ഞിരിക്കും. കടുവ ആയാലും പുലിയായാലും കുറ്റിക്കാടുകൾക്കിടയിൽ മറഞ്ഞിരുന്നാൽ നമുക്ക് അവയെ അവ്യക്തമായെങ്കിലും കാണുവാൻ സാധിക്കും. എന്നാൽ കരിമ്പുലികളെ കാണുവാൻ സാധ്യത വളരെ വിരളമാണ്. ഇങ്ങനെയെല്ലാം എൻ്റെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ അടിയും മുന്നിലേക്ക് എടുത്തു വെക്കുന്നത്. അങ്ങനെ ഒടുവിൽ ഞാനിപ്പോൾ നടന്നു ചെന്നെത്തിയത് പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു പ്രദേശത്തായിരുന്നു. പുലികൾക്കും കടുവകൾക്കും പതുങ്ങി ഇരിക്കുവാൻ പറ്റിയ സാഹചര്യങ്ങൾ ഇവിടെ നല്ല പോലെയുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതിന് ചുറ്റുപാടും സൂക്ഷ്മമായി വീക്ഷിച്ചു. പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകി വരുന്ന ഒരു ചെറിയ അരുവിയും എനിക്ക് കാണുവാൻ സാധിച്ചു. ആ അരുവിയിലൂടെ എൻ്റെ കണ്ണുകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അത് എത്തിച്ചേരുന്നത് ഒരു വലിയ കുഴിയിലേക്കാണ്. പാറക്കെട്ടുകളാൽ ചുറ്റപ്പെട്ട ഒരു വലിയ കുഴി. അവിടെ നിന്നും വീണ്ടും ആ നീർച്ചാൽ നീണ്ടുപോകുന്നു. ഞാൻ അവിടെ നിന്നിരുന്ന ഒരു വലിയ വൃക്ഷത്തിൻ്റെ മറവിൽ മറപറ്റിയിരുന്നു. അതിന് ചുറ്റുപാടും അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചു. അങ്ങനെ ഞാൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 40-50 അടി അകലെയായി പാറക്കെട്ടുകൾക്കിടയിലൂടെ വളർന്നു നിൽക്കുന്ന വലിയ ഒരു മരത്തിന്റെ കൊമ്പിൽ നിന്നും പാതി ആഹരിച്ച ഏതോ ഒരു മൃഗത്തിന്റെ അവശിഷ്ടം നിലത്തേക്ക് വന്ന് പതിച്ച ശബ്ദം എൻ്റെ കാതുകളിലേക്ക് വന്ന് പതിച്ചു. മരത്തിൽ നിന്നും വീണ് ഉണങ്ങിയ ഇലകളുടെ മുകളിലേക്കാണ് അത് വന്ന് പതിച്ചത്. ഇലകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദമാണ് എനിക്ക് കേൾക്കുവാൻ സാധിച്ചത്. എൻ്റെ ശ്രദ്ധ അങ്ങോട്ടെത്തി. ആ പാറക്കെട്ടുകൾക്കിടയിലും അതുപോലെ ആ മരത്തിൻ്റെ മുകളിലും എൻ്റെ കണ്ണുകൾ അവനെ തേടി അലഞ്ഞു. ആ മരത്തിൻ്റെ ഓരോ കമ്പുകളും ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് മരത്തിൻ്റെ മറവിലിരുന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചു. എന്നാൽ അവനെ എനിക്ക് അതിൻ്റെ മുകളിൽ കാണുവാൻ സാധിച്ചില്ല. ഞാൻ മറഞ്ഞു നിന്നിരുന്ന ആ വലിയ മരത്തിൻ്റെ മുകളിലേക്ക് ഞാൻ വലിഞ്ഞു കയറി. മരത്തിൻ്റെ തടിയിൽ മുറുകെ പിടിച്ച് ശിഖരങ്ങളിൽ ചവിട്ടി ഞാൻ പതിയെ ശബ്ദമുണ്ടാക്കാതെ മുകളിലേക്ക് തൂങ്ങിക്കയറി. മരത്തിൻ്റെ മുകളിൽ നിന്നും നിലത്തേക്ക് വന്ന് പതിച്ചത് എന്താണെന്ന് അറിയുവാൻ വേണ്ടിയായിരുന്നു ഞാൻ അതിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറിയത്. അങ്ങനെ ഏകദേശം ഞാൻ 10-14 അടി മുകളിലേക്ക് കയറിയപ്പോൾ തന്നെ മുകളിൽ നിന്നും വന്ന് പതിച്ച ആ മൃഗത്തിൻ്റെ ശരീരാവശിഷ്ടം എനിക്ക് കാണുവാൻ സാധിച്ചു. അത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ആടിൻ്റെ ശരീരമായിരുന്നു. അതിൻ്റെ പകുതിയും ഭക്ഷിച്ച നിലയിലായിരുന്നു. അത്
അതിൽ നിന്നും എനിക്ക് അവൻ്റെ സാന്നിധ്യം അവിടെ മനസ്സിലായി. അവൻ കഴിഞ്ഞ രാത്രിയിൽ ഗ്രാമത്തിൽ നിന്നും പിടിച്ചു കൊണ്ടുവന്ന ആടായിരിക്കണം എന്ന നിഗമനത്തിൽ ഞാൻ എത്തിച്ചേർന്നു. എന്നാൽ അതിൻ്റെ അരികിലേക്ക് പോകുവാനുള്ള ധൈര്യം എനിക്കപ്പോൾ ഉണ്ടായിരുന്നില്ല. കാരണം ഇതുവരെ ഞാൻ അവനെ നേരിൽ കണ്ടിട്ടില്ല. അതിലുപരി അവൻ ഇപ്പോൾ നിൽക്കുന്നതും അവൻ മറഞ്ഞിരിക്കുന്ന സ്ഥലവും എനിക്കിപ്പോൾ അറിയുകയുമില്ല. ഞാൻ പതിയെ മരത്തിൽ നിന്നും താഴേക്കിറങ്ങി. അതിനുശേഷം നിലത്ത് കിടന്ന് ഞാൻ അതിനരികിലേക്ക് ഒരു ഷോട്ടിന് തയ്യാറായി ഇഴഞ്ഞു നീങ്ങി. ഇരയുടെ ശരീരം കിടക്കുന്ന ഭാഗത്തു നിന്നും ഏകദേശം 20-25 അടി അകലത്തിൽ മറ്റൊരു മരം കൂടി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനിപ്പോൾ ആ മരം ലക്ഷ്യമാക്കിയാണ് ഇഴഞ്ഞു നീങ്ങി പോകുന്നത്. ഒടുവിൽ ഞാൻ അവിടേക്കെത്തി. എന്നാൽ ആ മരം എനിക്ക് അത്ര സുരക്ഷിതമായി തോന്നിയില്ല. ഞാൻ വീണ്ടും ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചു. എന്നാൽ സുരക്ഷിതമായി ഒളിച്ചിരിക്കുവാൻ പറ്റിയ മറ്റൊരു സ്ഥലവും എനിക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല. ഞാൻ വരുന്നതും വരട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെ ആ മരത്തിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി. നിലത്തു നിന്നും ഏകദേശം 10-15 അടി മുകളിലേക്ക് ഞാൻ വലിഞ്ഞു കയറി. അതിനുശേഷം എനിക്ക് ഇരിക്കുവാൻ പറ്റിയ ഒരു കൊമ്പിലേക്ക് ഞാൻ ഇരുപുറപ്പിച്ചു. എൻ്റെ തോക്കിൻ കുയൽ ആ ഇരയുടെ നേർക്ക് ചൂണ്ടിപ്പിടിച്ചു നിന്നു. അന്തരീക്ഷം ശാന്തമായി കിടക്കുന്ന സ്ഥലമായിരുന്നു അന്ന് ആ സമയം അവിടമാകെ. ഈ മരത്തിൻ്റെ കൊമ്പിൽ ഇരുന്ന് കഴിയുമ്പോൾ ചുറ്റുപാടുമുള്ള പ്രദേശവും എനിക്ക് കാണുവാനും സാധിക്കും. അതും വളരെ വ്യക്തമായി തന്നെ. അടുത്തെങ്ങും കുറ്റിക്കാടുകളോ പുൽമൈതാനിയോ ഒന്നും തന്നെ ഇല്ല. ആ കരിമ്പുലിക്ക് മറഞ്ഞിരിക്കുവാൻ പറ്റിയ ഒരു സ്ഥലവുമില്ല. എനിക്ക് ചുറ്റുപാടും ഉണ്ടായിരുന്ന ഓരോ മരത്തിലും ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അതിൻ്റെ മുകളിലൊന്നും അവൻ ഇല്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തി. എന്നാൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ അരുവി പുറത്തേക്ക് ഒഴുകി വരുന്ന പാറക്കെട്ടുകൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ വിള്ളലിൽ അവൻ വിശ്രമിക്കുകയായിരുന്നു. അവൻ എന്നെ കണ്ടു കാണില്ല. അവന് എൻ്റെ സാന്നിധ്യം മനസ്സിലായില്ല എന്ന് എനിക്ക് ഉറപ്പായി. എൻ്റെ സാന്നിധ്യം അവന് മനസ്സിലായിരുന്നുവെങ്കിൽ ഇതിനോടകം അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ടേനെ. അതുമല്ലെങ്കിൽ എനിക്കു നേരെ അവൻ ആക്രമണവുമായി പാഞ്ഞു വന്നേനെ. ഉച്ച സമയമായപ്പോഴാണ് ഞാൻ അത് കേട്ടത്. അരുവി ഒഴുകി വരുന്ന ആ പാറക്കെട്ടുകൾക്കിടയിൽ നിന്നും ഒരു നേരിയ മുരൾച്ചയായിരുന്നു ഞാൻ കേട്ടത്. പിന്നീട് ആ മുരൾച്ച പതിയെ കേൾക്കാതെയുമായി. എന്നാൽ അതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. ഉറപ്പായും അവൻ ആ പാറക്കെട്ടുകൾക്കിടയിൽ തന്നെ മറഞ്ഞിരിക്കുകയാണ് എന്നുള്ള കാര്യം. അവൻ അവിടെ നിന്നും പുറത്തേക്ക് വരുന്നതും കാത്താണ് ഞാനിവിടെ കാത്തിരിക്കുന്നത്. മരത്തിന് മുകളിൽ ഇരുന്നു കൊണ്ട് ആ പാറക്കെട്ടുകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന ആ പുലിയെ എനിക്ക് കാണുവാൻ സാധിക്കുമായിരുന്നില്ല. അവൻ അതിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ മാത്രമേ ഇനിയും എനിക്ക് അവനെ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ക്ഷമയോടെ അവനു വേണ്ടി കാത്തിരുന്നു. ഇതുവരെ കേട്ടു മാത്രം പരിചയമുള്ള ആ കരിമ്പുലിയെ ഞാനിപ്പോൾ കാണുവാൻ പോവുകയാണ്. നരഭോജിയായ അവനെ ഞാൻ കൊല്ലുവാൻ പോവുകയാണ്. സമയം ഏതാണ്ട് വൈകുന്നേരം ആവാറായി. പാറക്കെട്ടുകളുടെ ആ ഭാഗത്തു നിന്നും വീണ്ടും ഒരു ചെറിയ മുരൾച്ച കൂടി എൻ്റെ കാതിൽ വന്ന് പതിച്ചു. എൻ്റെ ശ്രദ്ധ മുഴുവനും ഞാൻ അങ്ങോട്ട് കേന്ദ്രീകരിച്ചു. പാറക്കെട്ടുകൾക്കിടയിൽ നിന്നും അവൻ പതിയെ പുറത്തേക്ക് വന്നു. അവനെ കണ്ടതും സത്യത്തിൽ ഞാനൊന്ന് ഞെട്ടിപ്പോയി. എൻ്റെ സംശയം പോലെ അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. ഇതുവരെ ആ ഗ്രാമത്തെ വിറപ്പിച്ചിരുന്നത് ഒരിക്കലും ഒരു കരിമ്പുലിയായിരുന്നില്ല. ആർക്കും മുഖം കൊടുക്കാതെ രാത്രിയുടെ മറപറ്റി ആളുകളെയും അവരുടെ ആടുമാടുകളെയും ആക്രമിച്ചു കൊണ്ടിരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പുലിയായിരുന്നു. ഈ പുലിയെ അവർ കാണാൻ കഴിയാത്തത് കൊണ്ടായിരിക്കണം ഇവൻ ചെയ്ത പ്രവൃത്തിയെല്ലാം ആ ഗ്രാമീണർ ആ കരിമ്പുലിയുടെ നേരെ കെട്ടിവെച്ചത്. അന്ന് നടന്ന ആ സംഭവത്തിൽ തന്നെ അവൻ പേടിച്ച് ആ കരിമ്പുലി വനത്തിൻ്റെ ഉള്ളിലേക്ക് പോയി മറഞ്ഞു കാണണം. അത് എന്തെങ്കിലും ആവട്ടെ, ഇനിയും അവൻ രക്ഷപ്പെടരുത് എന്ന് കരുതി ഞാൻ എൻ്റെ റൈഫിൾ ആ പുലിയുടെ നേരെ ചൂണ്ടിപ്പിടിച്ചു. അവൻ പതിയെ ആ പാറക്കെട്ടുകൾക്കിടയിലൂടെ നടന്ന് അവൻ്റെ ബാക്കി അവശേഷിക്കുന്ന ഇരയിലേക്ക് നടന്നു നീങ്ങി. കൃത്യം ആ പുലി എൻ്റെ തോക്കിൻ്റെ റേഞ്ചിൽ വന്ന ഉടനെ തന്നെ ഞാൻ എൻ്റെ തോക്കിൻ്റെ കാഞ്ചി അവന് നേരെ വലിച്ചു. തിര ലക്ഷ്യം തെറ്റാതെ അവൻ്റെ തലയിൽ തുളച്ചു കയറി. തിര തുളച്ചു കയറിയതും അവൻ വലത്തേക്ക് തെറിച്ചു വീണു. പാറക്കെട്ടുകൾ ഉള്ള ആ പ്രദേശത്ത് അവൻ വേദനയാൽ പുളഞ്ഞുകൊണ്ടിരിക്കെ ഞാൻ മറ്റൊരു വെടി കൂടി അവന് നേരെ ഉതിർത്തു. പുളഞ്ഞുകൊണ്ടിരുന്ന അവൻ്റെ നെഞ്ചിലേക്ക് ആ ഒരു തിരയും തറച്ചു കയറി. അതോടെ അവൻ ശാന്തനായി. പുലിയുടെ ശരീരത്തിൽ നിന്നും ചുടുരക്തം പാറയുടെ മുകളിലൂടെ ഒലിച്ചിറങ്ങുവാൻ തുടങ്ങി. ഞാൻ എൻ്റെ തോക്കിൻ കുയൽ അവന് നേരെ വീണ്ടും ചൂണ്ടിപ്പിടിച്ചു. ഏകദേശം 8-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ജീവൻ പൂർണ്ണമായും അവൻ്റെ ശരീരത്തിൽ നിന്നും പോയി എന്ന് മനസ്സിലായതിനു ശേഷം ഞാൻ മരത്തിൽ നിന്നും പതിയെ താഴേക്കിറങ്ങി. ഞാൻ അവൻ്റെ അരികിലേക്ക് നടന്നു നീങ്ങി. അവൻ്റെ അരികിലേക്ക് എത്തിയ ഞാൻ അവനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അവൻ്റെ കാൽപാദവും മറ്റും ഞാൻ അളന്നു
അളന്നു നോക്കി. അതിൽ നിന്നും ഗ്രാമത്തിൻ്റെ സമീപത്ത് പതിഞ്ഞിരുന്ന കാൽപ്പാടുകൾ ഇതുതന്നെയാണെന്ന് ഞാൻ ഉറപ്പും വരുത്തി. താരതമ്യേന വലിപ്പമുള്ള നല്ല ആരോഗ്യവാനായ ഒരു പുലി തന്നെയായിരുന്നു അത്. ഒടുവിൽ ഞാൻ സംഭവം നടന്ന സ്ഥലത്തു നിന്നും തിരികെ ഗ്രാമത്തിലേക്ക് നടന്നുപോയി. ഞാൻ ഗ്രാമീണരോട് നടന്ന കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചു. എന്നാൽ അവരത് വിശ്വസിക്കുവാൻ തയ്യാറായിരുന്നില്ല. അവർക്ക് വിശ്വാസം വരുവാൻ വേണ്ടി ഞാൻ വീണ്ടും ഒരാഴ്ച കൂടി അവിടെ ചിലവഴിച്ചു. എന്നാൽ അതുവരെ ആ ഗ്രാമത്തിൽ മറ്റൊരു സംഭവങ്ങൾ ഒന്നും തന്നെ അരങ്ങേറിയില്ല. അതോടെ ഗ്രാമീണർക്ക് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി. എങ്കിലും കുറച്ചു പേരുടെ മനസ്സിൽ ഓരോ ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് ഞാൻ ആ ഗ്രാമത്തോട് താൽക്കാലികം വിട പറഞ്ഞു. എങ്കിലും ഒരു സംശയം മാത്രം എൻ്റെ ഉള്ളിലും അവശേഷിച്ചു. ആ ഗ്രാമത്തിലെ ഗ്രാമീണർ പറഞ്ഞ ആ കരിമ്പുലിയുടെ കഥ ഇനിയും സത്യമാണോ അതോ അവർ കെട്ടിച്ചമച്ച കഥയാണോ? ഇത്രയും കേട്ടതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായും താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഇതിലും നല്ല കഥയുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു ദിവസം കാണാം. സൈനിങ് ഔട്ട്.